നമ്മൾ നേരത്തെ അതായത് 2025 ജൂണിലെ ഇറാൻ ആക്രമണം സംഭവിച്ചപ്പോൾ നമ്മൾ കണ്ടാണ് ഇസ്രായേൽ ഇറാൻ ആക്രമിച്ച സമയത്ത് അതിൽ അമേരിക്ക പിന്തുണയോടെ വന്നപ്പോൾ ഫസ്റ്റ് ഡിറ്ററന്റ് പോളിസിയെ എന്നും ഇറാൻ പ്രതിരോധിച്ചിരുന്നത് അമേരിക്കയുടെ ബേസ് ക്യാമ്പുകളെ ആക്രമിക്കുക എന്നുള്ളതാണ്, അമേരിക്ക എയർ ക്യാമ്പുകളെ ആക്രമിക്കുക എന്നുള്ളതാണ്. സമാനമായ രീതിയിൽ ഇപ്പോൾ ഇസ്രായേൽ അമേരിക്കൻ പിന്തുണയോടെ ഇറാനെ ആക്രമിക്കുന്ന ആദ്യ മണിക്കൂറിൽ തന്നെ ഇറാന്റെ ഫസ്റ്റ് ഡിറ്ററന്റ് പോളിസി എന്ന് പറയുന്നത് അമേരിക്കയ്ക്കെതിരായ പ്രതിരോധം തന്നെയാണ്. അതായത് ഇസ്രായേലിലേക്ക് ആദ്യം മിസൈൽ ആക്രമണം നടത്തുന്നു, തൊട്ടു പിന്നാലെ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലുള്ള ബേസ് ക്യാമ്പുകളിലേക്ക് ആക്രമണം നടത്തുന്നു എന്ന വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുക്കം ലഭിക്കുന്നത്. ഇതാണ് ബഹ്റൈനിലും ഖത്തറിലും അടക്കം ഇറാൻ മിസൈലുകൾ പ്രതിരോധിച്ചു, ബഹ്റൈൻ സ്ഫോടനം അടക്കമുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ അതേ വർഷം ഉണ്ടായ സമാനമായ രീതിയിൽ തന്നെ അമേരിക്കൻ ബേസ് ക്യാമ്പുകളെ ലക്ഷ്യമിട്ടും അതേസമയം ഇസ്രായേൽ ലക്ഷ്യമിട്ടും ഇറാൻ പ്രതിരോധം തുടങ്ങിയിരിക്കുന്നു. ഇത് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയിലേക്കാണ് പശ്ചിമേഷ്യയും ലോകത്തെയും ആകെപ്പാടെ തള്ളിവിടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം, എല്ലാ സമയത്തും ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമ്പോൾ ഒപ്പം അമേരിക്കയുടെ പിന്തുണ എന്ന് അറിയുമ്പോൾ ഇറാൻ പൊതുവെ ഉപയോഗിക്കുന്ന അതേ സ്ട്രാറ്റജി, അതായത് ഇറാന്റെ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ എയർ ക്യാമ്പുകളെ ആക്രമിക്കുക എന്ന സ്ഥിരം സ്ട്രാറ്റജി തന്നെ ഇവിടെയും എടുത്തിരിക്കുന്നു. പക്ഷേ ഇതിന്റെ മറു കൗണ്ടർ എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിൽ തന്നെ ആശങ്കയുള്ളത്. കാരണം ഒരു തുറന്ന യുദ്ധ പ്രഖ്യാപനത്തിലേക്ക് കടന്നു. 2025 ജൂണിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച ഘട്ടത്തിൽ 12 ദിവസം നീണ്ട ആ അശാന്തിയുടെ ദിനങ്ങൾ, അശാന്തിയുടെ രാവുകൾ, രാത്രികൾ നമുക്ക് ഓർമ്മയുള്ളതാണ്. അവിടെ ഒരു കോംപ്രമൈസ് ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഖത്തറിന്റെയും അമേരിക്കയും ഇടപെടലുകൂടിയാണ്. അതായത് അവിടെ കോംപ്രമൈസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറായി മാറുന്നത് അമേരിക്ക എന്ന രാജ്യമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ആക്രമണത്തിൽ അമേരിക്ക കൂടി ഇറാൻ ആക്രമിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു കോംപ്രമൈസ് ഡീൽ ഒരു സമീപ സമയത്ത് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതികരണം എങ്ങനെ ഈ വിഷയത്തിൽ വരേണ്ടതുണ്ട്. റഷ്യ അടക്കം ചൈന അടക്കമുള്ള നിർണായക ശക്തികൾ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കും, യുഎന്റെ ഇടപെടൽ എങ്ങനെ ഉണ്ടാകും നടക്കുമൊക്കെയുള്ള കാര്യങ്ങൾ വരുന്ന മണിക്കൂറുകൾ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇത് നമുക്ക് നിസ്സാരമായി ഇറാന്റെ ആണവ നിരായുധീകരണ പോളിസിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ആക്രമണം എന്ന നിലക്ക് നമുക്ക് ഇതിനെ കാണാനാകില്ല. അതിന്റെ ഒരു തുടക്കം ആണവ നിരായുധീകരണ പോളിസിയിൽ ഇറാൻ ഒപ്പിടാത്തതിലെ പ്രകോപനമാകാം, വിരോധമാകാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇന്ന് ട്രംപിന്റെ സന്ദേശത്തിൽ ക്ലിയർ കട്ടായി പറയുന്ന ഒരു കാര്യം, ഇറാനിലൊരു ഭരണമാറ്റം ഉണ്ടാകണം, അത് നിങ്ങളുടെ വിധിയാണ്, നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങൾക്ക് തീരുമാനിക്കാം. അതായത് ഈ ആക്രമണം പരമമായി ലക്ഷ്യമിടുന്നത് ആയത്തുള്ള അൽ ഖമീനിയുടെ നേതൃത്വത്തിലുള്ള മത ഭരണകൂടത്തെ, ഇസ്ലാമിക ഭരണകൂടത്തെ മാറ്റിക്കൊണ്ട് അവിടെ ഒരു ജനാധിപത്യ ഭരണകൂടം സ്ഥാപിക്കുക എന്ന ലക്ഷ്യമാണ്. ഇത്തരത്തിൽ അമേരിക്ക ഇറാഖിലടക്കം ഇതേ പേരിൽ ലക്ഷ്യമിട്ടുകൊണ്ട് സദാം ഹുസൈൻ ഭരണകൂടത്തേക്ക് അടിച്ചമർത്തി നമ്മൾ കണ്ടതാണ്. അതേ സ്ട്രാറ്റജി തന്നെ ഇറാനിലേക്കും അവർ കൊണ്ടുവരുന്നു. അൽ ഖമേനിയെ മാറ്റിയാൽ മാത്രമേ സമീപകാലത്തും ഭാവിയിലും അമേരിക്ക സുരക്ഷിതമായി ഇസ്രായേലിൽ മുന്നോട്ട് പോകാനാകുള്ളൂ. നമുക്കറിയുന്ന പോലെ തന്നെ ലോകത്തിന്റെ വേൾഡ് പോലീസായി എന്നും നിലകൊള്ളുന്ന അമേരിക്കയ്ക്ക് എപ്പോഴും പ്രതിരോധം തീർക്കുന്ന അല്ലെങ്കിൽ ഇത്തിരിത്തോളം വെല്ലുവിളി ഉയർത്തുന്ന രാജ്യമായി നിലനിന്നത് ഇറാനാണ്. ഒരിക്കലും അമേരിക്ക പറയുന്ന കാര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുകയോ വിധേയപ്പെട്ടു കൊടുക്കുന്ന ചരിത്രം ഇറാൻ മേലുണ്ടായിരുന്നില്ല. അതുകൊണ്ട്